إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിലുടനീളം സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് തഖ്വ പുലർത്തി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നമ്മൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിക്കുന്ന തഖ്വയുള്ള സത്യവിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ അതിനെ മുൻനിർത്തി ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ ഫലപ്രഖ്യാപനവും കഴിഞ്ഞു. അതിനെ തുടർന്നുള്ള നല്ലതും ചീത്തയുമായ തർക്കങ്ങളിൽ ചർച്ചകളിലൊക്കെ സജീവമാണ് കേരളത്തിലെ മനുഷ്യരിലധികവും. തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ നിരീക്ഷിച്ച ആളുകളാണ് നമ്മളിൽ അധിക പേരും. അത് ശ്രദ്ധിച്ചപ്പോൾ നമുക്കൊക്കെ കൗതുകമുണ്ടാക്കിയ, ആവേശമുണർത്തിയ ചില തിരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേവലം ഒരു വോട്ടിന് തോറ്റുപോയ, അല്ലെങ്കിൽ കേവലം ഒരു വോട്ട് കൊണ്ട് വിജയിച്ചു പോയ സ്ഥാനാർത്ഥികളെയൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ, ചാനലുകളിലൂടെ പരിചയപ്പെട്ടു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, പരാജയപ്പെട്ടു പോയ ആൾ അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ചിട്ടുണ്ടാവില്ലേ, ഒരു 2 വോട്ടെങ്കിലും അധികം ലഭിച്ചിരുന്നെങ്കിൽ ഈ വാർഡിൽ നിന്ന്, അല്ലെങ്കിൽ ഈ കോർപ്പറേഷനിലെ, അല്ലെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിലെ എനിക്ക് നിശ്ചയിക്കപ്പെട്ട പരിധിയിൽ നിന്ന് ഞാൻ ജയിച്ചു കയറിയനെ എന്ന് അയാൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ? ഒരൊറ്റ സീറ്റിൻ്റെ നഷ്ടത്തിൽ ഭരണം നഷ്ടപ്പെട്ടു പോയ മുന്നണികൾ ആലോചിച്ചിട്ടുണ്ടാവില്ലേ? ഒരു സീറ്റും കൂടി, ഒരൊറ്റ സീറ്റും കൂടി ലഭിച്ചിരുന്നെങ്കിൽ ഇതിൽ വിജയിക്കുകയും ആ വിജയത്താൽ ആഹ്ലാദിക്കുകയും തുടർന്നുള്ള വർഷക്കാലം ഭരണത്തിലേറുകയും ചെയ്യാമായിരുന്നില്ല എന്നൊക്കെയുള്ള മാനസികാവസ്ഥയിലൂടെ ആളുകൾ കടന്നുപോയിട്ടുണ്ടാകും. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി നിശ്ചയിച്ച ദിവസങ്ങളിൽ സാധിക്കാവുന്നത്ര ആളുകളെ നേരിട്ട് കണ്ട് അവരെ ഹസ്തദാനം ചെയ്ത്, അവരോട് പുഞ്ചിരിച്ച്, അവരുമായി വർത്തമാനങ്ങൾ പറഞ്ഞ്, വെയിലും ചൂടും അവഗണിച്ച്, വിശപ്പും ദാഹവും അവഗണിച്ച്, ക്ഷീണവും ഉറക്കവും അവഗണിച്ചൊക്കെ
സ്ഥാനാർത്ഥിയും രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ അധ്വാനിച്ചത് ആ റിസൾട്ട് വരുന്ന ദിവസത്തിൽ വിജയത്തിന് വേണ്ടിയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആ സാഹചര്യത്തിൽ സത്യവിശ്വാസികളായ നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട്, ഈ ഭൂമിയിൽ നമുക്ക് ജീവിതം നൽകി, നമുക്ക് നിശ്ചിത കാലം ആയുസ് വിട്ടുതന്നു, നമുക്ക് ബുദ്ധിയും വിവേകവും അറിവും കഴിവുമുള്ള വ്യക്തിയാക്കി നമ്മളെ വളർത്തി, നമുക്ക് വേണ്ട ഉപജീവനം നൽകി, വിഭവങ്ങൾ നൽകി എന്ന് മാത്രമല്ല, വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ചും പിന്നീടുള്ള ജീവിതത്തെ സംബന്ധിച്ചും വിവരിച്ചു പറഞ്ഞു തന്ന് നമ്മെ ഭൂമിയിലേക്ക് അയച്ച റബ്ബുണ്ടല്ലോ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. പരിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായം സൂറത്തു അൽ മുൽക്കിലെ 2-ാമത്തെ വചനം. ആരാണ് റബ്ബ്? ഖലഖൽ മൗത വൽ ഹയാത, ജീവിതവും മരണവും അവൻ സൃഷ്ടിച്ചിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത്. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ റബ്ബുണ്ടല്ലോ. ആ റബ്ബ് നമ്മുടെ റിസൾട്ടുമായി കാത്തിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിലേക്ക് സത്യവിശ്വാസികൾ ഉണരേണ്ടതുണ്ട്. അത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ റിസൾട്ടും വരാനിരിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ആത്യന്തികമായ ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്ന റിസൾട്ടിന്റെ ദിവസം നമ്മളും അഭിമുഖീകരിക്കാനിരിക്കുന്നുണ്ട് എന്ന ഓർമ്മ നമുക്കുണ്ടാവേണ്ടതുണ്ട്. എങ്ങനെയായിരിക്കും അന്ന് നമ്മുടെയൊക്കെ ഫലം നിശ്ചയിക്കപ്പെടുക? ജയിക്കുന്നവരുടെ കൂട്ടത്തിലോ പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിലോ ഞാൻ ഉൾപ്പെടുക? ഇത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്തു ആൽ ഇംറാനിൽ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഫകൈഫ ഇദാ ജമഅനാഹും ലിയൗമിൻ ലാ റൈബ ഫീഹി, ഫകൈഫ ഇദാ ജമഅനാഹും ലിയൗമിൻ ലാ റൈബ ഫീഹി, യാതൊരുവിധ സംശയവുമില്ലാത്ത വിധം നിശ്ചയമായിട്ടും ഉറപ്പായിട്ടും വരാനിരിക്കുന്ന ഒരു ദിവസത്തിൽ അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ഓരോ ആത്മാവിനും അവൻ എന്താണ് സമ്പാദിച്ചത് എന്നതിനനുസരിച്ച് അവനൊക്കെയും അവന്റെ പ്രതിഫലം പൂർണ്ണമായും നൽകപ്പെടുന്ന ഒരു ദിവസം വരുമ്പോ എങ്ങനെ ഉണ്ടാവും? ഒരൊറ്റ അക്രമവും അനീതിയും അവരോട് നടപ്പിലാക്കപ്പെടാത്ത, എന്താണോ അവർ പ്രവർത്തിച്ചത്, അവർക്ക് നിശ്ചയിക്കപ്പെട്ട കാലയളവിൽ അവർ എങ്ങനെയാണോ അവർ പ്രവർത്തിച്ചത്, ഏതു വിധത്തിലാണോ അവന്റെ ജീവിതം ക്രമീകരിച്ചത്, എന്താദർശമാണോ അവൻ സ്വീകരിച്ചത് എന്നതിനനുസരിച്ച് അവർക്ക് കൃത്യമായി അവരുടെ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന ഒരു ദിവസത്തിൽ അവരൊക്കെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ എങ്ങനെ ഉണ്ടാവുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടതില്ലേ പ്രിയപ്പെട്ടവരെ? എങ്ങനെ ഉണ്ടാവും? ഞാനൊക്കെ ഉയർത്തെഴുന്നേൽക്കുമ്പോ എന്റെ റിസൾട്ട് വരുമ്പോ അതിന്റെ ഫലം എങ്ങനെ ഉണ്ടാവും എന്നാലോചിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന് മാത്രമല്ല, അന്നേക്ക് വേണ്ടി ഒരുങ്ങണേ എന്ന്, അന്നേക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കണേ എന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആലോചനകൾ ഉണ്ടാക്കി അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണേ എന്ന് എത്ര ആവർത്തിയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. അല്ലയോ മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും, ഓരോരുത്തരും ആലോചിച്ചു കൊള്ളട്ടെ, ഓരോരുത്തരും പരിശോധിച്ചു കൊള്ളട്ടെ. മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസത്തിന് വേണ്ടി, വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസത്തിന് വേണ്ടി, ഭൂമിയിലെ കർമ്മങ്ങൾക്കനുസരിച്ച് ജയവും പരാജയവും നിശ്ചയിക്കപ്പെടുന്ന ഒരു ദിവസത്തിന് വേണ്ടി എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് അവൻ ആലോചിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് അല്ലാഹു വീണ്ടും പറയുന്നു, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും അല്ലാഹു ഫിറ്റ് ചെയ്യുന്നുണ്ട്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന്. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ,
നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് റബ്ബ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയവും അതിനനുസരിച്ച് വരുന്ന പ്രവർത്തനങ്ങളും അനുസരിച്ച് സൂക്ഷ്മമായി പ്രതിഫലം നൽകാൻ കഴിവുള്ളവനാണ് റബ്ബ് എന്നും അവനൊക്കെയും സൂക്ഷ്മമായി അറിയുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. അന്നത്തെ റിസൾട്ട് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെയും കഴിഞ്ഞയാഴ്ച ഒരു ക്രിക്കറ്റ് മത്സരത്തിന്റെ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ ഫലം അറിയുന്നതിന് വേണ്ടി ഇരിക്കുന്ന രൂപത്തിൽ ആ ഒരു പ്രതീതിയോടുകൂടി നമ്മളൊക്കെയും ടെലിവിഷന്റെയും മൊബൈലിന്റെയും സ്ക്രീനുകളുടെ മുമ്പിൽ ഇരുന്നു. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്ത ആൾ അല്ലെങ്കിൽ ഞാൻ പിന്തുണക്കുന്ന മുന്നണിയിൽ ആരാണ് ജയിച്ചത് എന്ന്, ആരാണ് പരാജയപ്പെട്ടത് എന്ന്, എവിടെയൊക്കെ ആരൊക്കെ ജയിച്ചു എന്നൊക്കെയുള്ള കണക്കുകൾ വിഷ്വൽ ഗ്രാഫിക്സിന്റെ പശ്ചാത്തലത്തിൽ സഹായത്തോടുകൂടി നമ്മുടെ മുമ്പിലേക്ക് ചാനലുകൾ ഇങ്ങനെ ഇട്ടു തരുമ്പോൾ എന്തൊരു ആവേശത്തോടെയായിരുന്നു നമ്മൾ അതിനെയൊക്കെ കണ്ടത്. നമുക്ക് ആ ദിവസം വലിയ ആവേശത്തിൻ്റെതായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പറയുന്ന റിസൾട്ട് വരാനിരിക്കുന്ന ദിവസം അങ്ങനെ ഒരു ആവേശത്തോടു കൂടി കാണാനാവുന്നതല്ല നമ്മുടെയൊക്കെയും റിസൾട്ടുകൾ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മറിച്ച് ഓരോരുത്തരും അവനവൻ ചെയ്തു കൂട്ടിയതിന്റെ അവനവൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ അവനവന് സ്വയം ബോധ്യപ്പെടുന്ന, അതനുസരിച്ച് രക്ഷയും ശിക്ഷയും തീരുമാനിക്കപ്പെടുന്ന ഒരു റിസൾട്ടിന്റെ ദിവസമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മഹ്ളറ. ഓരോ ആത്മാവും താൻ ചെയ്തു കൂട്ടിയ നന്മകളെ തന്റെ മുമ്പിൽ വ്യക്തമായി ദൃശ്യമാകുന്ന ദിവസമാണ്. ഓരോരുത്തരും എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്തത് ഒക്കെയും തന്റെ മുമ്പിൽ ആ നന്മകളൊക്കെയും ദൃശ്യമാകുന്നുണ്ട്. അല്ലാഹു തുടർന്ന് പറയുന്നു, വമാ അമിലത് മിൻ സൂഇൻ. അവൻ ചെയ്തു കൂട്ടിയ തിന്മകളും അവന്റെ മുമ്പിൽ വ്യക്തമായി ദൃശ്യമാക്കപ്പെടും. അപ്പോൾ അവൻ ആഗ്രഹിച്ചു പോവുകയാണ്, തബദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ. ഞാൻ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾക്കും എനിക്കും ഇടയിൽ എത്രയോ വിദൂരമായ അകലമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നുവെച്ചാൽ ഞാനിതൊന്നും ചെയ്തു കൂട്ടിയില്ലായിരുന്നെങ്കിൽ എന്ന് വിലപിച്ചു പോകുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് തന്നെ നിങ്ങളെ താക്കീത് ചെയ്യുകയാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുണ്ട് എന്നാണ് ആ ആയത്തിൽ അള്ളാഹു തുടർന്ന് പറയുന്നത്. ഞാൻ ഉപേക്ഷിച്ച ഒരു നന്മ കൊണ്ടെങ്കിലും എനിക്കിവിടെ വിജയിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ എന്ന് വിലപിച്ചു പോകുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ചാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഖേദിച്ചു പോകുന്ന വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മരണവെപ്രാളത്തിന്റെ നേരത്ത്, ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന നേരത്ത്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നേരത്ത്, നരകത്തെ മുന്നിൽ കാണിക്കപ്പെടുന്ന ആ ഭയാനകമായ രംഗത്തിന്റെ സമയത്ത്, നരകത്തിലെ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത്, ഇവിടെയൊക്കെയും ഒരു മനുഷ്യൻ ഖേദത്തോടുകൂടി പറയുന്ന കാര്യങ്ങളെ പരിശുദ്ധ ഖുർആൻ സവിസ്തരം പ്രതിപാദിച്ച് കാണാം. വിസ്താര ഭയം കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. മറിച്ച് അന്ന് ഖേദിക്കാതിരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അവൻ ചെയ്യേണ്ടിയിരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അള്ളാഹു പ്രവാചകന്മാരിലൂടെ മനുഷ്യരെ നിരന്തരം ഓരോ കാലങ്ങളിലും ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നത് അന്നേ ദിവസത്ത് നിങ്ങൾക്ക് പരാജയം സംഭവിക്കാതിരിക്കാൻ, അന്നേ ദിവസം നിങ്ങൾ ഖേദിക്കാതിരിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നായിരുന്നു. നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല, നാം നിയോഗിച്ചിട്ടില്ല. അവനിലേക്ക് നാം വഹി നൽകി, ആ പ്രവാചകനിലേക്ക് നാം വഹി നൽകിയിട്ടല്ലാതെ അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ഇലാഹില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യണം, എനിക്ക് ഇബാദത്ത് ചെയ്യണേ, ഇത് പറയാനല്ലാതെ, ഇത് അടിസ്ഥാനപരമായി പഠിപ്പിക്കാനല്ലാതെ ഒരു പ്രവാചകനെയും നബിയെ ഞാൻ അയച്ചിട്ടില്ല എന്ന് അള്ളാഹു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ഒരു മനുഷ്യന്റെ ആപ്തവാക്യമായിരിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിന്മേൽ വേണം നമ്മുടെ കർമ്മങ്ങളൊക്കെയും കെട്ടിപ്പടുക്കാൻ വേണ്ടി. നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിത്തറക്കനുസരിച്ചിട്ടായിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മുടെ വിശ്വാസം മാത്രമല്ല. ഞാൻ വലിയ സത്യവിശ്വാസിയാണ്, എനിക്ക് ആദർശം കിട്ടിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുക മാത്രമല്ല, നമ്മുടെ കർമ്മരംഗങ്ങൾ,
നമ്മുടെ കുടുംബ ജീവിതങ്ങൾ, നമ്മുടെ കച്ചവട ജീവിതം, നമ്മുടെ ദാമ്പത്യ ജീവിതം, നമ്മുടെ ലൈംഗിക വിശുദ്ധി, നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, ഇങ്ങനെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഇടപെടുന്ന ഏതൊക്കെ മേഖലയുണ്ടോ അവിടെയൊക്കെയും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ പ്രവാചകന്മാരും അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന്, അവരിൽ മറ്റാരെയും പങ്കു ചേർക്കരുതെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ മനുഷ്യർ ജീവിതത്തിൽ പുലർത്തേണ്ട സത്യസന്ധതയെക്കുറിച്ചും ഇത്തരത്തിലുള്ള ജീവിതത്തിന്റെ പരിശുദ്ധിയെ സംബന്ധിച്ചു കൂടി ഓർമ്മപ്പെടുത്തിയത് നമുക്ക് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുമല്ലോ. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഓരോ ജീവിതത്തിന്റെ മേഖലയിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിനനുസരിച്ച് മാത്രം ജീവിതത്തെ ക്രമപ്പെടുത്താൻ പരിശ്രമിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് ചെറി പിക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, അല്ലാത്തത് ഒഴിവാക്കുക എന്നൊരു ചെറി പിക്കിംഗ് നടത്തി ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇസ്ലാമിനെ സ്വീകരിക്കാനാണ് മനുഷ്യർ പലപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. പള്ളിയിൽ വരുമ്പോ ദീൻ പറഞ്ഞതുപോലെ, പള്ളിക്ക് പുറത്തു പോയാൽ നമുക്ക് തോന്നുന്നത് പോലെ, സദഖ കൊടുക്കാൻ ഇസ്ലാം നല്ലോണം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സദഖ കൊടുക്കും, ഞാൻ നന്നായിട്ട് സദഖ കൊടുക്കും. പക്ഷേ സമ്പാദിക്കുന്ന വിഷയത്തിലോ അവിടെ ദീൻ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെ ആധുനിക സാമ്പത്തിക ക്രമങ്ങൾ എങ്ങനെയാണോ പറഞ്ഞു തരുന്നത് അതിനനുസരിച്ചാണ് സമ്പാദ്യ മാർഗം. ദാനം ചെയ്യുന്നതിൽ ഇസ്ലാം പറഞ്ഞതുപോലെ, വീട്ടിലൊരു കല്യാണം വരുമ്പോ നിക്കാഹ് നടത്തുന്നത് ഇസ്ലാം പറഞ്ഞതുപോലെ, അതല്ലാത്ത ബാക്കിയെല്ലാം ആധുനിക ലോകം പറയുന്ന ട്രെൻഡ് എന്താണോ അതിനനുസരിച്ച് ക്രമീകരിക്കുക. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നാം ഇടപെടുന്ന മേഖലകളിലെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തിടത്തൊക്കെ ഇസ്ലാമിനെ സ്വീകരിക്കുകയും നമുക്ക് പ്രയാസമാകുന്ന മേഖലയിലൊക്കെ അതിനെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു ഇസ്ലാം ഉണ്ടല്ലോ. ആ ഇസ്ലാം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ഏത് കർമ്മവും നമുക്കിഷ്ടമുള്ളത് സ്വീകരിക്കുകയും നമുക്കിഷ്ടമില്ലാത്തതിനെ മാറ്റിവെക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതല്ല എന്ന് സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേറ്റവും ചെറിയ കാര്യങ്ങളായാൽ പോലും അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ, അള്ളാന്റെ റസൂൽ ഇത് പറയുകയോ അല്ലെങ്കിൽ ഇത് വിരോധിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ഓരോ കാര്യത്തിലും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ചില ഉദാഹരണങ്ങൾ നോക്കൂ. ഒരു പുരുഷൻ ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ താടി വെക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്, ഇസ്ലാമിന്റെ ശിആറുകളിൽപ്പെട്ടതാണ്. എല്ലാ പുരുഷന്മാർക്കും ഇസ്ലാമിൽ താടി വെക്കാൻ ഇഷ്ടമുണ്ടാവും. ഓരോരുത്തരും ഓരോ സ്വഭാവത്തിലാണ് അവരുടെ ജീവിത രീതി ക്രമീകരിക്കുക. എല്ലാവർക്കും താടി വളർത്താൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ ഇസ്ലാമിന്റെ അതിലുള്ള തീരുമാനം എന്താ? ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ആവാം, ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ആവാമെന്നാണ്. അങ്ങനെയാണോ ഇസ്ലാമിന്റെ അതിലുള്ള മാനദണ്ഡം എന്ന് പറയുന്നത്? നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക, നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക, നെരിയാണിക്ക് താഴെ വസ്ത്രത്തെ വലിച്ചടിച്ച് നടക്കാതിരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. എല്ലാ പുരുഷന്മാർക്കും നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച് നടക്കാൻ ഇഷ്ടമാണോ? പലർക്കും താഴെ കൂടി വലിച്ചു നടക്കുന്നതാണല്ലോ ഇഷ്ടം. അപ്പോൾ ഇസ്ലാമിന്റെ അതിലുള്ള തീരുമാനം എന്താ? ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ആവാം, ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയും ആവാം എന്നാണ്. ഹിജാബ് ധരിക്കുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം സ്ത്രീക്ക് പഠിപ്പിച്ചിട്ടുള്ള നിർബന്ധമായ വസ്ത്രധാരണ രീതിയാണ്. അവരുടെ ശരീരത്തിന്റെ നിമ്നോന്നതികളും അഴകും പ്രദർശിപ്പിക്കാത്ത വിധത്തിൽ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഇസ്ലാം സ്ത്രീയോട് കൽപ്പിച്ചിട്ടുള്ള വസ്ത്രധാരണയുടെ മര്യാദയാണ്. ഈ ആധുനിക ലോകത്ത് ജീവിക്കുമ്പോ എല്ലാവർക്കും അങ്ങനെ ജീവിക്കാൻ കൊതി തോന്നണമെന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതിൽ എന്താണ് തീരുമാനം പറയാം? ഇഷ്ടമുള്ളവർക്ക് ധരിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് ധരിക്കണ്ടെന്നാണോ? ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഇസ്ലാമിൽ നമുക്കിഷ്ടമുള്ളത് മാത്രം എടുക്കുക, നമുക്ക് ഇഷ്ടമില്ലാത്തിടത്ത് ഒഴിവാക്കുക എന്ന് പറയുന്നത് പോലെ ബുഫയുടെ പന്തലിൽ നമുക്ക് വിഭവങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചാൽ അവിടെ ഇങ്ങനെ നടന്നുപോയി അവിടെ ഇട്ടിരിക്കുന്ന കയ്യിലുകൊണ്ട് നമ്മുടെ പാത്രത്തിലേക്ക് നമുക്ക് തോന്നുന്ന വിഭവം മാത്രം എടുത്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു ബുഫേ സിസ്റ്റമായിട്ട് ഇസ്ലാമിൽ സ്വീകരിച്ചാൽ നമ്മുടെ തോന്നുമ്പോൾ
നമുക്ക് ഇഷ്ടമുള്ളതിനെ മാത്രം എടുക്കുന്ന ദീനും കൊണ്ട് നമ്മൾ എങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വിജയശ്രീലാളിതരായിട്ട് നിൽക്കാൻ സാധിക്കുക എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീൻ എന്നുള്ളത്, അള്ളാഹു പഠിപ്പിച്ച ദീൻ എന്നുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ദീൻ എന്നുള്ളത് പള്ളിയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന, അതിനകത്ത് മാത്രം ഉരുവിടുന്ന മന്ത്രോച്ചാരണങ്ങൾ ഉൾക്കൊള്ളുന്ന, അവിടെ മാത്രം പരിമിതമായ ആരാധനകളും കർമ്മങ്ങളും കൊണ്ട് പരിമിതമായിട്ടുള്ള, ജീവിതത്തിൽ ഒന്നും ഇടപെടാത്ത, ജീവിതത്തെ സ്പർശിക്കാത്ത ഒരു വരണ്ട പ്രത്യയശാസ്ത്രമല്ല ഇസ്ലാം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മറിച്ച് നമ്മൾ ഇടപെടുന്ന ഏത് മേഖലകളിലാവട്ടെ, അത് പള്ളിയിലാകട്ടെ, അത് പഞ്ചായത്തിലാകട്ടെ, അത് പാർട്ടി ഓഫീസിലാകട്ടെ, അത് പാർലമെന്റിലാകട്ടെ, എവിടെയായാലും ഇസ്ലാം എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ ഐഡന്റിറ്റിയും ജീവിത മാർഗവുമാണ്. അത് എവിടെ പോയാലും അത് ജീവിതത്തിൽ പുലർത്താനുള്ളതാണ്. അത് ആവശ്യം വരുമ്പോൾ എടുത്തിടാനും ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു മാറ്റാനും ഉള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കണമെങ്കിൽ, നമ്മുടെ ഫലം വരുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ റബ്ബ് പറഞ്ഞ ദീനിനെ ഏറ്റവും സൂക്ഷ്മമായിട്ട് പഠിക്കുവാനും ജീവിതത്തിൽ അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായ അത്തരം പരിശ്രമങ്ങളിൽ ഏർപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ما بعد. സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ സത്യവിശ്വാസികളെ ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും പാലിച്ച് തഖ്വ പുലർത്തി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുക. ഇസ്ലാമിനെ ഏറ്റവും നന്നായിട്ട് ജീവിതത്തിൽ പുലർത്താനുള്ള ശ്രദ്ധ ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ, അറിവും ശ്രദ്ധയും ഉണ്ടായിട്ട് പോലും ഈമാനിൻ്റെ കുറവ് കൊണ്ടോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബ്, റഹീമായ വദൂദായ ഗഫൂറായ ഗഫാറായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന വല്ലാതെ മനസ്സിനെ കുളിർപ്പിക്കുന്ന ഒരു ആയത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമം ചെയ്തിട്ടുള്ള, അതിക്രമം പ്രവർത്തിച്ചിട്ടുള്ള, സ്വന്തത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പിടിച്ചു വെക്കാൻ സാധിക്കാതെ തിന്മകൾ ചെയ്തു പോയിട്ടുള്ള എൻ്റെ അടിമകളെ, യാ ഇബാദി, എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരായി പോകരുത്. അള്ളാന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരായി പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു മുഴുവൻ പാപങ്ങളും തീർച്ചയായിട്ടും പൊറുക്കും. മുഴുവൻ പാപങ്ങളും അള്ളാഹു പൊറുക്കും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായിട്ടും അവൻ ഗഫൂറാണ്, അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനാണ്. അവൻ റഹീമാണ്, അവൻ കരുണാനിധിയാണ് എന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട് സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്തിൽ. അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കും. നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള ദീനിന്റെ വിഷയത്തിൽ നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള അലംഭാവങ്ങൾ, അബദ്ധങ്ങൾ, തെറ്റുകളൊക്കെയും അള്ളാഹുവിനോട് റബ്ബേ പൊറുക്കണേ എന്ന് മാപ്പിരക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതേ സമയത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ള ഗഫൂറായ വദൂദായ റഹീമായ ഗഫാറായ റബ്ബ് പറഞ്ഞിട്ടുള്ള മറ്റൊരു ആയത്ത് കൂടി നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതുണ്ട്. സൂറത്തു നിസായിലെ 48-ഉം 116-ഉം ആയത്തിൽ അല്ലാഹു ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, എല്ലാ പാപങ്ങളും പൊറുക്കുമെന്ന് പറഞ്ഞ റബ്ബ് പറയാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹുവിനോട് പങ്കു ചേർക്കുക എന്നുള്ളത്, ശിർക്ക് വെക്കുക എന്നുള്ളത് അവൻ പൊറുക്കുകയില്ല. അതല്ലാത്തതൊക്കെയും അവരുദ്ദേശിച്ചവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് പറയുമ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, എല്ലാം പുറത്തു തരുമെന്ന റബ്ബ് അവനിൽ ശിർക്ക് വെക്കുന്നത് ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.
തൗഹീദിന്റെ മാർഗം സ്വീകരിച്ച് അതിൽ അടിയുറച്ചു നിൽക്കുകയാണ് സത്യവിശ്വാസി ചെയ്യേണ്ടത്. റസൂലിനോട് സഹാബി ചോദിച്ചു, പ്രവാചകരെ, താങ്കളോട് ഇത് ചോദിച്ചതിന് ശേഷം മറ്റൊരാളോടും ചോദിക്കേണ്ടാത്തൊരു കാര്യം, നിങ്ങളല്ലാത്ത മറ്റൊരാളോടും ചോദിക്കേണ്ടി വരാത്തൊരു കാര്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുൽ ആമൻതു ബില്ലാഹി ഫസ്തഖിം. നീ പറയേണ്ടത് ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക. വസ്തഖിം, നീ അതിൽ ഉറച്ചു നിൽക്കുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറഞ്ഞു കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇവിടെയും ആദർശത്തിന്റെ വിഷയത്തിൽ, അള്ളാഹുവിനെ ഏകനാക്കുന്ന വിഷയത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ കർമ്മ മേഖലകളിൽ ചെറുതെന്ന് തോന്നുന്ന ചില മേഖലകളിലൊക്കെ നമ്മളിങ്ങനെ ആവശ്യത്തിലുള്ളത് എടുക്കുക എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ തൗഹീദിന്റെ വിഷയത്തിലും ആവശ്യമുള്ളത് എടുക്കുക എന്ന നയം സ്വീകരിച്ച മനുഷ്യന്മാർ, ആളുകൾ നമ്മളിൽ ഉണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. തൗഹീദിൽ നിന്ന് കുറച്ചെടുക്കുക, സൂഫിസത്തിൽ നിന്ന് കുറച്ചെടുക്കുക, ശിഈസത്തിൽ നിന്ന് കുറച്ചെടുക്കുക, ഇങ്ങനെ ഭൂമിയിൽ എന്തൊക്കെ ആദർശങ്ങളുണ്ടോ അതിനെയൊക്കെ കൂട്ടിക്കുഴച്ച് ഒരു മുശക്കലായിട്ടുള്ള ഒരു കോക്ടെയിൽ ഇസ്ലാമിനെ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട് എന്നത് വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ ആദർശവും കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ പോയാൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിലെ 31-ാമത്തെ ആയത്തിൽ പറയുന്നത് കാണാം, ഇത്തഖദൂ അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. ചില ആളുകളുണ്ട്, അവർ ചെയ്തത് അവർ അഹ്ബാറഹും വറുഹ്ബാനഹും, അവരുടെ പണ്ഡിത പുരോഹിതന്മാരെ അല്ലാഹുവിന് പുറമെ റബ്ബുകളായിട്ട് സ്വീകരിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അവരുടെ പണ്ഡിതരെയും പുരോഹിതരെയും അല്ലാഹുവിന് പുറമെ അവർ റബ്ബുകളായി സ്വീകരിച്ചു. മറിയമിന്റെ പുത്രൻ മസീഹിനെയും അവർ റബ്ബായിട്ട് സ്വീകരിച്ചു. ഒരൊറ്റ ഇലാഹിനെ മാത്രമല്ലാതെ ആരാധിക്കാൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷെ അവർ ചെയ്തത് പണ്ഡിത പുരോഹിതന്മാരെയൊക്കെയും റബ്ബായിട്ട് സ്വീകരിക്കുകയാണ് ചെയ്തത് എന്ന ആയത്ത് കേട്ടപ്പോ മുമ്പ് ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഇന്നാ ലസ്നാ നഅബുദുഹും, ഞങ്ങളുടെ പണ്ഡിത പുരോഹിതന്മാരെ റബ്ബായിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അവർക്ക് ഞങ്ങൾ ആരാധനകൾ അർപ്പിച്ചിട്ടില്ലായിരുന്നല്ലോ റസൂലേ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മറുപടിയുണ്ട്, അലൈസ യുഹർരിമൂന മാ അഹല്ലല്ലാഹു ഫതുഹർരിമൂനഹു. അവർ റബ്ബായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാൽ അവർ അല്ലാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുകയുണ്ടായിരുന്നില്ലേ? അപ്പൊ നിങ്ങളും അതിനെ ഹറാമായിട്ട് സ്വീകരിക്കുകയുണ്ടായിരുന്നില്ലേ? വയുഹില്ലൂന മാ ഹറമല്ലാഹു ഫതുഹില്ലൂനഹു, അല്ലാഹു ഹറാമാക്കിയതിനെ അവർ ഹലാലായി നിങ്ങൾക്ക് പ്രഖ്യാപിച്ചു തരികയുണ്ടായിരുന്നില്ലേ? അപ്പൊ അത് നിങ്ങളും ഹലാലാണെന്ന് പറയുകയുണ്ടായിരുന്നില്ലേ? ഖാല ഖുൽതു ബലാ, സഹാബി പറഞ്ഞു അതെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതിൽക ഇബാദതുഹും, അതാണ് അവർക്കുള്ള ഇബാദത്ത്. പണ്ഡിത പുരോഹിതന്മാർക്ക് നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് അല്ലാഹു ഹലാലാക്കിയതിനെ ഹറാമാണെന്ന് അവർ പ്രഖ്യാപിക്കുക, അത് നിങ്ങളും ഹലാലായിട്ട് സ്വീകരിക്കുക. അല്ലാഹു ഹറാമാക്കിയതിനെ ഹലാലാണെന്ന് പറയുക, അപ്പോൾ നിങ്ങൾ അങ്ങനെയും സ്വീകരിക്കുക. ഈ നയവും നിലപാടുമായിട്ട് മുന്നോട്ട് പോയാൽ അത് നിങ്ങൾ അവരെ റബ്ബായിട്ട് സ്വീകരിക്കുന്നതിന് സമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിനെ ഇതുമായിട്ട് ചേർത്ത് വെച്ച് നിങ്ങൾ വായിച്ചു നോക്കണം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് ഹദീസിൽ പഠിപ്പിച്ച കാര്യമാണ്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോവുക എന്നുള്ളത് ഹറാമായിട്ട് റസൂൽ പഠിപ്പിച്ചിട്ടില്ല എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന്, പണ്ഡിതന്മാരുടെ വചനങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. അവർക്ക് അവരുടെ വീടാണ് ഉത്തമമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് പള്ളിയിൽ വരിക, ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഹറാമാക്കിയിട്ടില്ല. പക്ഷെ കേരളത്തിൽ പലരും കൂടി തീരുമാനിക്കുകയാണ് ഇത് ഹറാമാണ് എന്ന്. അപ്പൊ നമ്മളത് ഹറാമാണെന്ന് സ്വീകരിക്കുകയാണ്. അല്ലാഹുവിനെ പുറമെ മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കരുതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെയും അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് ഖുർആൻ ഖണ്ഡിതമായി പ്രഖ്യാപിക്കുമ്പോ കുറച്ച് ആളുകൾ പറയുകയാണ്, ആരാണ് അല്ലാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടൂ എന്ന് പറഞ്ഞത്?
അല്ലാഹുവല്ലാത്തവരെ വിളിക്കാൻ പാടില്ലേ? നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് പണ്ഡിത പുരോഹിതന്മാർ ആളുകളെ വിളിക്കുകയാണ്. ആളുകളെ വിളിച്ചുകൊണ്ട് അവർ പറയുകയാണ്, നമുക്ക് മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കാം, യാ ശൈഖ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുകയും ജനങ്ങളെ വിളിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യാം. നിങ്ങൾ വരൂ, നമുക്ക് ബദരീങ്ങളെ വിളിക്കാം. അല്ലാഹുവിന്റെ തൗഹീദിന് വേണ്ടി ജീവൻ അർപ്പിച്ച സഹാബാക്കളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് അവരെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ് പണ്ഡിത പുരോഹിതന്മാർ. നിങ്ങൾ വരൂ, നമുക്ക് റിഫായി ശൈഖിനെ വിളിക്കാം. നിങ്ങൾ വരൂ, നമുക്ക് തൗഹീദ് പഠിപ്പിച്ചു തന്ന, ആദർശം പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ നേരിട്ട് വിളിക്കാം. ആരാണ് പറഞ്ഞത് അല്ലാഹുവിനെ മാത്രമേ വിളിച്ചുകൂടൂ എന്നൊക്കെയുള്ള അല്ലാഹു ഹറാമാക്കിയതിനെ ദീനിൽ ഹലാലും സുന്നത്തും ഫർളും ഒക്കെ ആക്കി പഠിപ്പിക്കുന്ന പണ്ഡിത പുരോഹിതന്മാരുടെ ദീൻ സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ആദർശവുമായിട്ട് വിജയിക്കാൻ സാധിക്കുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ ആയത്തിനെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹുവിൽ ശിർക്ക് വെക്കുക എന്നുള്ളത്. പ്രാർത്ഥന അവനോട് മാത്രം, ഇബാദത്തുകൾ അവന് മാത്രം, നേർച്ചകൾ അവന് മാത്രം, പ്രതീക്ഷകൾ അവനിൽ മാത്രം അർപ്പിക്കേണ്ടതെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ദീനിൽ അങ്ങനെ വേണ്ട എന്ന് പഠിപ്പിക്കുന്ന ഒരു ദീനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നത് അവൻ പൊറുക്കുകയില്ല എന്ന് പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിൽ തറക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു, അൽ ജന്നതു അഖറബു ഇലാ അഹദികും മിൻ ശിറാകി നഅലിഹി, അൽ ജന്നതു അഖറബു ഇലാ അഹദികും മിൻ ശിറാകി നഅലിഹി. സ്വർഗ്ഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാളും അടുത്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്നിട്ട് റസൂൽ പറഞ്ഞു, വന്നാറു മിസ്ലു ദാലിക്, വന്നാറു മിസ്ലു ദാലിക്, നരകവും അതുപോലെ തന്നെ. എന്നുവെച്ചാൽ എന്താ, നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്ന, ഞാൻ പറഞ്ഞപ്പോ, ഞാനിവിടെ സംസാരിച്ചപ്പോൾ ചിലതൊക്കെ വളരെ നിസ്സാരമെന്ന് തോന്നിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ അങ്ങനെ നിസ്സാരമെന്ന് തോന്നി നമ്മളെ നരകത്തിലേക്ക് അടുപ്പിക്കാൻ മാത്രം വലുതായിട്ട് മാറുമെന്ന് കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങൾ വെച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ചെറുതെന്ന് തോന്നുന്ന, അത് ചെറുതല്ലേ എന്ന് തോന്നി അവഗണിച്ച പല നന്മകളുമായിരിക്കും നമ്മെ സ്വർഗത്തിൽ കടത്താൻ പ്രാപ്തരാക്കുക എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശുദ്ധ ദീനിൽ ഏറ്റവും ചെറുതെന്ന് നമുക്ക് തോന്നുന്ന നന്മകളെ പോലും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനും, അത് നിസ്സാരമല്ലേ, അത് സാരമില്ല, അതിപ്പോ ആൾക്കാരോട് പറഞ്ഞാൽ എങ്ങനെയാ, അതിപ്പോ ഒഴിവാക്കിയാൽ എങ്ങനെയാ, ഇതിപ്പോ ശിർക്കും വിദഅത്തും എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ എന്ന് വിചാരിച്ച് നിസ്സാരമെന്ന് നമ്മൾ തോന്നി ജീവിതത്തിൽ കൊണ്ടുവരികയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ശിർക്കും വിദഅത്തും ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിച്ചാൽ പ്രിയപ്പെട്ടവരെ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ റിസൾട്ട് വരാനുള്ള ഒരു ദിവസത്തിൽ ആ റിസൾട്ട് വരുമ്പോ സത്യവിശ്വാസി പറയുന്ന ഒരു വചനം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു പറയുന്നു, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ആരാണോ വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നത്, ഫയഖൂലു ഹാ ഉഖ്റഊ കിതാബിയ, സന്തോഷത്തോടുകൂടി ഞാൻ ജയിച്ചു പോയി എന്ന് മനസ്സിലാക്കി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആത്യന്തികമായ വിജയം ഞാൻ നേടിയിരിക്കുന്നു എന്ന സന്തോഷത്തോടു കൂടി അയാൾ പറയുന്ന വർത്തമാനമാണ് ഹാ ഉഖ്റഊ കിതാബിയ, നോക്ക്, വായിച്ചു നോക്ക് എന്റെ ഗ്രന്ഥം. ഇന്നി വലന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇങ്ങനെ ഒരു വിചാരണയെ നേരിടാനുണ്ട് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു, എനിക്കറിയാമായിരുന്നു. ഫഹുവ ഫീ ഈശത്തിർ റാദിയ, തൃപ്തികരമായ ജീവിതമായിരിക്കും അവൻ പിന്നീട് നയിക്കുക. ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സുഖസുഷുപ്തിയുടെ സ്വർഗ്ഗത്തോപ്പുകളിലായിരിക്കും അവർ പിന്നീട് വിരാജിക്കുക. ഖുതൂഫുഹാ ദാനിയ, അവൻ തോന്നുന്നിടത്തേക്ക് പറിക്കാൻ പാകത്തിൽ താഴ്ന്നു നിൽക്കുന്ന ഫലവർഗ്ഗങ്ങളുള്ള സ്വർഗ്ഗത്തിലായിരിക്കും അവൻ പ്രവേശിക്കുക. കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞുപോയ ദിനങ്ങളിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ച നന്മകളുടെ പ്രവർത്തന ഫലമായിട്ട് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുവിനെന്ന് അവരോട് പറയപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്ന ആ സത്യവിശ്വാസികളിൽ, ആ വിജയികളിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പരിശ്രമങ്ങളൊക്കെയും. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്, അതിലേറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ തൗഹീദിൽ കറകലർത്താതിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല വിഭവം വെച്ചിട്ട് അതെത്ര തന്നെ വലിയ ചെമ്പിൽ വെച്ചാലും
അതിലേക്ക് ഒരു തുള്ളി വിഷം ഒഴിച്ചാൽ പിന്നെ അത് ആർക്കും തിന്നാനാവുകയില്ല, പിന്നെ അതിന് ആർക്കും ആവശ്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ആബിദായിട്ട് നടക്കാൻ നമ്മൾ ശ്രമിച്ചാലും, എത്ര തന്നെ നന്മകളും സദഖകളും അമൽ സ്വാലിഹാത്തുകളും ജീവിതത്തിൽ കൊണ്ടുവന്നാലും, നമ്മുടെ ആദർശത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ അള്ളാഹുവിന് പുറമെ മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ പരിശ്രമിച്ചാൽ നമ്മൾ കളങ്കം വരുത്തുന്നത്. എല്ലാ പ്രവാചകന്മാരും ഈ ഭൂമിയിൽ ഏത് തൗഹീദാണോ പഠിപ്പിക്കാൻ വന്നത്, ആ തൗഹീദിനാണ് കളങ്കം വരുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ കൃത്യമായിട്ട് പഠിക്കുവാനും ജീവിതത്തിൽ അത് പുലർത്തുവാനും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ ദീനിനെ ഏറ്റവും നിഷ്കളങ്കമായിട്ട് പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ, കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുള്ള തിന്മകൾ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായി ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നാഥ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ, മരണം വരെയും ഈ തൗഹീദ് ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സത്യവിശ്വാസിയായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ഈ ഭൂമി ലോകത്തിൽ നിന്ന് വിട്ടുപോകാനുള്ള തൗഫീഖ് നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദുഃഖങ്ങളും ദുരിതങ്ങളും വ്യസനങ്ങളും അനുഭവിക്കുന്ന, രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നീ ശമനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഒരു നിയമക്കുരുക്കിൽ അകപ്പെട്ടു പോയ ഒരു സഹോദരൻ, ഒരു ആദർശ സഹോദരൻ, വലിയ നിയമക്കുരുക്കിൽ അകപ്പെട്ടു പോയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അകപ്പെട്ടു പോയിട്ടുള്ള പ്രശ്നത്തിൽ നിന്ന് നാഥ എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ അദ്ദേഹത്തെ നീ മോചിതനാക്കണമേ റബ്ബേ. പടച്ചവനെ, എല്ലാവിധ ഭൗതികമായ പ്രയാസങ്ങളിൽ നിന്ന്, കുരുക്കുകളിൽ നിന്ന് ഞങ്ങൾ നീ മോചിപ്പിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.